ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചിയുടെ കാറിൽ മലേഷ്യയിൽ നിന്നും വന്ന ഒരു അച്ഛനും അമ്മയും വരുന്നുണ്ട്. അവരെ കൂട്ടി സച്ചി വീട്ടിലേക്ക് വരികയാണ്. മലേഷ്യയിൽ നിന്നും വന്നതുകൊണ്ട് തന്നെ ശ്രുതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാണ് സച്ചി അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. എന്നാൽ ശ്രുതിയാണെങ്കിൽ അവർ വന്നത് മലേഷ്യയിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ തനിക്ക് ഭയങ്കര പല്ലുവേദനയാണെന്നും സംസാരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും സ്കൂട്ടാവാൻ നോക്കി. പല്ലുവേദന കൊണ്ട് പൊളിയെന്ന് ശ്രുതിയെ തനിച്ചു വിടാതെ വർഷയും കൂടെ അങ്ങ് പോവാണ്. അവർ വന്ന കറക്റ്റ് സമയത്ത് തന്നെ ശ്രുതിക്ക് പല്ലുവേദന വന്നതിൽ സച്ചിക്കും രേവതിക്കും നല്ല സംശയം തോന്നി. അവരുടെ മുന്നിൽ ചെന്ന് വാ തുറന്ന കള്ളത്തരമെല്ലാം പുറത്താവുമെന്ന പേടി കൊണ്ടാണ് ശ്രുതി പല്ലുവേദന അഭിനയിക്കുന്നത് എന്ന് സച്ചിക്കും രേവതിക്കും ഏതാണ്ട് പിടികിട്ടിയിട്ടുണ്ട്. എന്തായാലും കൂടെ പോയിരിക്കുന്നത് വർഷയാണല്ലോ. സാധാരണ വർഷ 100 ചോദ്യങ്ങൾ ചോദിക്കും. അവർക്ക് നല്ല സംശയം തോന്നിയതിൽ ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടേ വരുന്നുള്ളൂ എന്ന് രേവതി പറയുന്നുണ്ട്. എന്തായാലും അവർ തിരിച്ചു വരട്ടെ, ബാക്കി അപ്പോൾ നോക്കാമെന്നൊക്കെ പറയും. ശ്രുതിയെ കൊണ്ട് വർഷ നേരെ പോകുന്നത് ഡെന്റൽ ക്ലിനിക്കിലേക്കാണ്. ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വർഷ ഞാൻ നോക്കിക്കോളാം, നീ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. വേദന കൊണ്ട് നിൽക്കുന്ന ശ്രുതി ചേച്ചിയെ തനിച്ചാക്കി ഞാൻ എങ്ങനെ പോവാനാണ്? ഇല്ല, ഞാനിപ്പോൾ പോകുന്നില്ല, എനിക്ക് വേദന കുറവുണ്ട് എന്ന് ശ്രുതി പറയുന്നുണ്ട്. നമുക്ക് പോവാം, പിന്നീട് ഒരു ദിവസം വന്ന് കാണിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്നും മുങ്ങാൻ നോക്കി. എന്നാൽ വർഷ വിട്ടുകൊടുക്കുന്നില്ല. ശ്രുതി ചേച്ചി ഇവിടെ ഇരിക്ക്, പല്ലുവേദന വന്നാൽ അങ്ങനെ വിടാൻ പറ്റില്ല. ശരീരത്തിലെ എല്ലാ ഞരമ്പുകളും പല്ലുമായി ബന്ധപ്പെട്ടതാണ്. കെയർ ചെയ്തില്ലെങ്കിൽ പണി പാളുമെന്നൊക്കെ വർഷ പറഞ്ഞങ്ങ് തട്ടിവിടും. എനിക്ക് അർജൻറ്റായിട്ടൊരു ക്ലയൻറ്റിനെ കാണാനുണ്ട്, ഞാൻ നാളെ വന്നോളാമെന്ന് ശ്രുതി പറഞ്ഞിട്ടും വർഷ വിട്ടുകൊടുക്കുന്നില്ല. ക്ലയൻറ്റിനെ വിളിച്ച് നാളെ വരാമെന്ന് പറയിപ്പിക്കുകയാണ്. വർഷ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ ശ്രുതി അവിടെ അങ്ങിരുന്നു. പിന്നെ വലിയ ക്ലയൻ്റ് ആണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നോക്കാൻ ചേച്ചി, ആദ്യം ആരോഗ്യമല്ലേ വലുത് എന്നൊക്കെ വർഷ പറഞ്ഞു. അപ്പോഴേക്കും സിസ്റ്റർ വിളിച്ചു. ഡോക്ടറെ കാണാൻ നീ വരണ്ട, നീ ഇവിടെ ഇരുന്നോ എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ചേച്ചിയെ തനിച്ച് വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വർഷ കൂടെ അങ്ങ് കയറി. അകത്തേക്ക് എത്തിയപ്പോൾ ഡോക്ടർ കാര്യം തിരക്കി. പല്ലുവേദനയാണെന്ന് പറഞ്ഞ് ശ്രുതി പിടിച്ചിരുത്തി. എനിക്കിപ്പോൾ വലിയ വേദനയില്ല, വല്ല ഗുളികയും എഴുതി തന്നാൽ മതിയെന്ന് ശ്രുതി പറയുന്നുണ്ട്. നോക്കാതെ എങ്ങനെയാ മരുന്ന് തരുന്നത് എന്ന് ഡോക്ടർ ചോദിച്ചു. ഒന്ന് നോക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും ശ്രുതി മടിച്ചു നിൽക്കാണ്. എന്നാൽ വർഷ പിടിച്ച് അങ്ങോട്ടേക്കങ്ങ് നിർബന്ധിച്ചിരുത്തി. കിടന്നിട്ടാണല്ലോ പല്ല് നോക്കുന്നത്, അതിന് മടി കാണിച്ചപ്പോൾ തല പിടിച്ചങ്ങ് കിടത്തി കളഞ്ഞ് വെച്ചുകൊടുക്കുകയാണ് വർഷ. എന്നിട്ട് വായ തുറക്കാൻ പറഞ്ഞു. അപ്പോഴാണ് വർഷയ്ക്ക് ജോണി ജോണി എസ് പപ്പ എന്ന ആ ഒരു പാട്ട് ഓർമ്മ വരുന്നത്. അത് ഡോക്ടറോട് പറയുകയും ചെയ്തു. ഡോക്ടർ, ഇത് തമാശയാണോ എന്ന് തോന്നിപ്പോയി. ഏയ്, സൈഡിലാണ് വേദന എന്ന് ചോദിച്ചപ്പോൾ വലതുവശത്താണെന്നും രാവിലെ കുഴപ്പമില്ലായിരുന്നുവെന്നും പറഞ്ഞു. ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ ആകെ പേടിയാണ്. വേദനയില്ലെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പെട്ടുപോവല്ലോ, അതാണ് അവൾ ചിന്തിക്കുന്നത്. എന്നാൽ ഡോക്ടർ പറയാണ് ഒരു പല്ലിന് കേടുണ്ട് എന്ന്. അത് കേട്ടതോടുകൂടെ തന്നെ വർഷം അങ്ങ് ഞെട്ടി. ശ്രുതി ചേച്ചിയുടെ പല്ലിന് കേടുള്ളത് കൊണ്ടല്ലേ ഇത്രയും അധികം വേദന കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് ബാക്കി പല്ലിനേക്ക് പകരും. ഭാഗ്യത്തിന് നമ്മൾ ഇപ്പോഴേ വന്നത് നന്നായി എന്ന് വർഷ പറഞ്ഞു. എൻ്റെ പല്ലിന് കുഴപ്പമില്ല എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും വർഷ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇനി എന്താ വേണ്ടത് എന്ന് ഡോക്ടർ ചോദിച്ചു. പല്ല് പറിച്ചു കളയണമെന്ന് ഡോക്ടർ പറഞ്ഞതും ശ്രുതി പെട്ടെന്നങ്ങ് ചാടി എഴുന്നേറ്റു. വേണ്ട വേണ്ട ഡോക്ടർ, പറിക്കണ്ട എന്ന് പറഞ്ഞിട്ടും ശ്രുതി ചേച്ചി എന്തിനായി പേടിക്കുന്നത്, ഞാനില്ലേ കൂടെയെന്ന് വർഷ അവളെ ആശ്വസിപ്പിച്ചു. പല്ല് പറിച്ചില്ലെങ്കിൽ മൊത്തം സെറ്റ് വെക്കേണ്ടി വരുമെന്നൊക്കെ വർഷ പേടിപ്പിക്കുന്നുണ്ട്. പേടിക്കണ്ട, കുറച്ച് സമയം മതി, അനസ്തേഷ്യ തരുന്നത് കൊണ്ട് വേദന അറിയുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. താൻ പിന്നെ വന്ന് പിടിച്ചോളാമെന്നൊക്കെ ശ്രുതി കാല് പിടിച്ച് പറഞ്ഞുവെങ്കിലും വർഷ വിടാതെ അങ്ങനെ പിടിച്ചു കിടത്തുകയാണ്. ഡോക്ടർ, പല്ലെടുത്തോളൂ, ഞാൻ പിടിച്ചോളാമെന്ന് പറഞ്ഞ് വർഷ അങ്ങ് പണി കൊടുക്കുകയാണ് ശ്രുതിക്ക്. അങ്ങനെ ശ്രുതി പല്ലങ്ങ് പറിച്ചു. പുറത്തിറങ്ങിയ സിസ്റ്റർ ഒരു ഐസ്ക്രീം കൊടുത്തു. ഇനി ഒരാറെണ്ണം കൂടി എടുക്കാൻ വർഷ പറയണേ. ഞങ്ങളിവിടെ ഐസ്ക്രീം കമ്പനിയാണോ നടത്തുന്നത് എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ ബില്ല് ചേർത്ത് ഞാൻ പൈസ കൊടുത്തോളാമെന്ന് വർഷ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാൻ വർഷ പറയാണ്. ശ്രുതി അവിടെ വേദന കൊണ്ട് ഇരിക്കുമ്പോഴും വർഷ സുഖമായി ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയം വീട്ടിലാണെങ്കിൽ ആ ഗസ്റ്റുകളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പിയായിരിക്കുകയാണ്. ഭക്ഷണമെല്ലാം കൊള്ളാം, ചന്ദ്രമതി ഉണ്ടാക്കിയതാണെന്ന് കരുതി താങ്ക്സ് ഒക്കെ പറഞ്ഞു. എന്നാൽ ഇത് ഞാനല്ല, എൻ്റെ മരുമകൾ രേവതി ഉണ്ടാക്കിയതാണെന്ന് രവീന്ദ്രൻ അവരെ തിരുത്തി കൊടുത്തു. വർഷ സഹായിച്ച കാര്യവും രേവതി പറഞ്ഞു. അവർ പോവാനിറങ്ങിയപ്പോൾ ചന്ദ്രമതി തടഞ്ഞു. എൻ്റെ മരുമകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും, നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ, കുറച്ചു നേരം സംസാരിക്കാമല്ലോ എന്നൊക്കെ പറയും. എന്നാൽ അവർക്ക് പെട്ടെന്നൊരു വല്ലുവേദന വന്നല്ലോ എന്ന് രവീന്ദ്രൻ പറയാണ്. അതെ, അവൾ കിടക്കിട് ഇങ്ങനെ ഓരോന്നും വരുമെന്ന് സച്ചി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും സുധി അങ്ങോട്ടേക്ക് വന്നു. ഇതെൻ്റെ മൂത്ത മോൻ സുധിയാണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. മലേഷ്യയിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കും ഒരുപാടധികം സന്തോഷമായി.
നിങ്ങളുടെ വൈഫിനോട് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷേ അവൾ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നവർ പറഞ്ഞു. എന്തു പറ്റിയെന്ന് ശ്രുതി ചോദിച്ചപ്പോൾ പല്ലുവേദനയാണെന്നും വർഷയും കൂടെ പോയിട്ടുണ്ട് എന്നും ശ്രീകാന്ത് പറഞ്ഞു. എന്തായാലും കണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും യാത്ര പോയി. എത്ര നല്ല ആൾക്കാരാണല്ലേ എന്ന് രവീന്ദ്രൻ പറയാണ്. അവർ ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷമായി പോയല്ലോ എന്ന് സച്ചിയും പറഞ്ഞു. സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെന്ന് മെല്ലെ ചോദിച്ചു, ഈ പൗഡർ ഏട്ടത്തി ഇതുവരെ വന്നില്ലല്ലോ എന്ന്. സച്ചിയേട്ടൻ എന്തിനാ അവളെ തിരക്കുന്നത് എന്ന് രേവതി ചോദിച്ചപ്പോൾ അവൾ കള്ളം പറഞ്ഞിട്ടല്ലേ പോയത്, ഇന്ന് എന്തായാലും അവൾ കുടുങ്ങുമെന്നൊക്കെ പറയാണ് സച്ചി. അന്നേരം ശ്രുതിയും വർഷയും തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്തു പറ്റിയെന്ന് എല്ലാവരും തിരക്കി. എന്താ ശ്രുതി ഒന്നും മിണ്ടാത്തത് എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ വർഷ മറുപടി പറഞ്ഞു. ചേച്ചിയുടെ കേടായ പല്ല് പറിച്ചെടുത്തു, അത്രയും പോടായിരുന്നു പല്ലിൻ്റെ അകത്ത്. നീ ഒരുപാട് മധുരം കഴിക്കുമോ എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാണ് വർഷ നിർബന്ധിച്ചുകൊണ്ട് പറിച്ചതാണ് എന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. ശ്രുതി ഒരു പരാതി പോലെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചിക്കും രേവതിക്കും അങ്ങ് ചിരി പൊട്ടി. വർഷ മനഃപൂർവ്വം ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലായി. വർഷയുടെ കയ്യിലെ പെട്ടി കണ്ടപ്പോൾ തന്നെ അത് ഐസ്ക്രീമാണെന്ന് അവൾ പറഞ്ഞു. പല്ല് പറിച്ച ഐസ്ക്രീം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാവരും കൂടി വാങ്ങിത്തന്നതാണെന്ന് വർഷ പറയണേ. രേവതി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചാലേ പല്ല് കേടാവുക എന്നാ? പല്ലെടുത്ത് വേദന മാറാനാണ് ഐസ്ക്രീം കഴിച്ചത് എന്ന് ശ്രീകാന്ത് പറയണേ. എല്ലാവർക്കും വർഷ ഐസ്ക്രീം കൊടുത്തു. നിനക്കെങ്ങനെയാ പെട്ടെന്ന് പല്ലുവേദന വന്നത് എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ പല്ലുവേദന വന്നത് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണോ എന്ന് ശ്രുതി ദേഷ്യപ്പെടുകയാണ്. ഞാൻ പല്ല് പറിക്കണ്ട എന്ന് പറഞ്ഞതാണ്, പക്ഷേ വർഷ നിർബന്ധിച്ചുകൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആ ഒരു പരാതി തന്നെ എങ്ങനെ അവതരിപ്പിച്ചു. ചേച്ചി ഒരു പല്ലല്ലേ പോയുള്ളൂ, അത് ഇവിടെ ഇരുന്ന എല്ലാം പോയേനെ എന്ന് വർഷ പറയാണ്. മലേഷ്യക്കാർ വന്ന കാര്യവും നീ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ പുറത്താക്കുന്ന നിയമങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു എന്നും ചന്ദ്രമതി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ ഉള്ളിലൊന്ന് ചിന്തിക്കുകയാണ്. ഇവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് താൻ ഇത്രയും അധികം അഭിനയിച്ചത്. പക്ഷേ പല്ല് പോകുമെന്ന് ഒട്ടും കരുതിയിരുന്നില്ല. എനിക്ക് നല്ല വേദനയുണ്ട്, ഞാൻ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി നേരെ മുറിയിലേക്ക് പോയി. എല്ലാവരും ഐസ്ക്രീം കഴിക്കാനെടുക്കുമ്പോൾ സച്ചി രേവതിയോട് പറഞ്ഞു, ഇതിപ്പോൾ ഇങ്ങനെ ആയല്ലോ എന്ന്. കള്ളം പറഞ്ഞാണെങ്കിലും വർഷ അവളെ കൊണ്ടുപോയി പല്ല് പറിച്ചത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് രേവതി. പൗഡർ എടുത്ത് അത്ര നിസ്സാരക്കാരിയല്ല, അവളെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊളിച്ചെടുക്കണം. സച്ചി പറഞ്ഞു. മലേഷ്യക്കാരി എന്ന് സത്യം മറക്കാൻ വേണ്ടി നോക്കിയ ശ്രുതിക്ക് ഇപ്പോൾ പല്ലാണ് പോയിരിക്കുന്നത്. മറ്റുള്ളവരോട് കളിക്കുന്നത് പോലെ വർഷയോട് കളിച്ചാൽ പണി കിട്ടുമെന്ന് ശ്രുതിക്ക് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണർന്ന ശ്രുതിക്ക് പല്ലിൻ്റെ വേദനയേക്കാൾ വലിയ വേദന തൻ്റെ പദ്ധതികൾ പാളുന്നതിലായിരുന്നു. സച്ചിയും രേവതിയും തന്നെ കളിയാക്കി ചിരിക്കുന്നത് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ വർഷ അവിടെയൊന്നും നിർത്തിയില്ല. ശ്രുതി ചേച്ചിക്ക് പല്ല് പറിച്ചത് കൊണ്ട് കുറച്ച് ദിവസം കട്ടിയില്ലാത്ത ഭക്ഷണമേ കഴിക്കാൻ പറ്റൂ, അതുകൊണ്ട് ഞാൻ പ്രത്യേക കഞ്ഞിയും പയറും റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വർഷ നേരെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ ശ്രുതിയുടെ മുഖമങ്ങ് കറുത്തു. വീട്ടുകാരെല്ലാവരും വർഷയുടെ കരുതലിനെ പുകഴ്ത്തുമ്പോൾ തന്നെ പട്ടിണിക്കിടാനുള്ള വർഷയുടെ തന്ത്രമാണിത് എന്ന് ശ്രുതിക്ക് നന്നായിട്ടറിയാമായിരുന്നു. അതിനിടക്കാണ് സച്ചി ഒരു ബോംബ് പൊട്ടിക്കുന്നത്. ഇന്നലെ വന്ന ആ മലേഷ്യക്കാർ ദമ്പതികൾക്ക് നമ്മുടെ വീടും നാടൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവർക്ക് ശ്രുതിയെ നേരിട്ട് കാണാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം അവർ വീണ്ടും വരുന്നുണ്ട്. ഇത്തവണ പല്ലുവേദനയുണ്ടെങ്കിലും ശ്രുതി അവരെ കാണണം. കാരണം നിന്റെ അച്ഛൻ്റെ പഴയ ബിസിനസ് പാർട്ട്ണറെ അവർക്ക് അറിയാമത്രേ. ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ കയ്യിലിരുന്ന ആ ഒരു ടീസ്പൂൺ അങ്ങ് താഴെ വീണു. രക്ഷപ്പെടാൻ പല്ല് കളഞ്ഞിട്ടും വിധി തന്നെ പിന്തുടരുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വർഷയുടെ മുഖത്തേക്ക് നോക്കി. വർഷ ഒരു കള്ളച്ചിരിയോടുകൂടി ശ്രുതിയെ നോക്കിയിട്ടൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. വർഷയ്ക്ക് എല്ലാം അറിയാമെന്നും തന്നെ ഈ കെണിയിൽ വീഴ്ത്തിയത് അവളാണ് എന്നും ശ്രുതിക്ക് ഉറപ്പായിരുന്നു. ശ്രുതി എങ്ങനെയെങ്കിലും അവിടെ നിന്നും മുങ്ങാൻ നോക്കിയെങ്കിലും സച്ചി അവളെ നിഴൽ പോലെ പിന്തുടരുന്നുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ ആ അതിഥികൾ വീട്ടിലേക്കെത്തി. ശ്രുതിക്ക് ഇനി അഭിനയിക്കാനൊന്നും വഴിയില്ല. അവൾ വിറക്കുന്ന കൈകളോടെ ഹാളിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു. ആ ദമ്പതികൾക്കൊപ്പം മറ്റൊരു യുവാവും കൂടി ഉണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ ശ്രുതിയുടെ ശ്വാസം ശരിക്കും അങ്ങ് നിലച്ചുപോയ അവസ്ഥയിലായി. അവരുടെ കൂടെ മലേഷ്യയിൽ നിന്നും വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്നത് നവീനായിരുന്നു. വർഷ അവനെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ശ്രുതിക്കൊരു കാര്യം മനസ്സിലായി. കളി തുടങ്ങിയിട്ടേയുള്ളൂ. തൻ്റെ പല്ല് മാത്രമല്ല, ഇനി എല്ലാ രഹസ്യങ്ങളും ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വർഷ പ്ലാനിട്ട് കഴിഞ്ഞു എന്ന്. വർഷയുടെ കൂടെ എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് സച്ചിയും